1%. ഏറ്റവും മികച്ച പോളിംഗ് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയും 1.5 മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോളിംഗ് ശതമാനത്തിലേക്ക് നോക്കാം. മികച്ച പോളിംഗ് ശതമാനം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ മൊത്തം പോളിംഗ് ശതമാനം എടുക്കുകയാണെങ്കിൽ 65.71% ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മികച്ച രീതിയിലുള്ള വോട്ടെടുപ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പലയിടത്തും വലിയ ക്യൂകൾ കാണുന്നതിനാൽ ഇനിയും നല്ല രീതിയിൽ തന്നെ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന് നമുക്കറിയാം. ഏതായാലും ഇനി മണ്ഡലം തിരിച്ചുള്ള 20 മണ്ഡലങ്ങൾ തിരിച്ചുള്ള മൊത്തത്തിലുള്ള കണക്കുകൾ നോക്കാം. ആദ്യം തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ 63% വോട്ടാണ് ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 63% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. സമയം 4:30. 63% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മികച്ച പോളിംഗ് തന്നെ തിരുവനന്തപുരത്ത്. അടുത്ത മണ്ഡലം ആറ്റിങ്ങലിലേക്ക് എത്താം. ആറ്റിങ്ങലിൽ മികച്ച രാഷ്ട്രീയ മത്സരം നടക്കുന്ന, മികച്ച ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം ആറ്റിങ്ങലിൽ 64.80 ആറ്റിങ്ങലിലെ ഈ സമയത്തെ പോളിംഗ് നിരക്ക്. അതായത് 64.80%. മികച്ച പോളിംഗ് ആറ്റിങ്ങലിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അടുത്ത മണ്ഡലമായ കൊല്ലത്തേക്ക് നോക്കാം. കൊല്ലത്ത് ഈ സമയത്ത് പോളിംഗ് 63.25%. മികച്ച പോളിംഗ് തന്നെ കൊല്ലത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. 63.25%. പോളിംഗ് ശരാശരി ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. 63.25% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് എത്താം. ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ 67% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഈ സമയത്ത് 67% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ ഉയർന്ന പോളിംഗ് ശതമാനം. തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിംഗ് ശതമാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ 67% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത മണ്ഡലമായ മാവേലിക്കരയിലേക്ക് എത്തുമ്പോൾ മാവേലിക്കരയിൽ മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു. 66% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാവേലിക്കരയിലെ ജനങ്ങൾ 66% പേർ വോട്ട് ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് മാവേലിക്കരയിൽ മികച്ച പോളിംഗ് തന്നെ നടക്കുന്നു. പ്രളയബാധിത മേഖല കൂടിയായിരുന്ന മാവേലിക്കരയിൽ 66% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം മണ്ഡലത്തിലേക്ക് വരാം. കോട്ടയം മണ്ഡലത്തിൽ വലിയ പോളിംഗ് ശതമാനം കാണാൻ കഴിയുന്നു. 67.20% കോട്ടയത്ത് ഈ സമയത്തെ പോളിംഗ് നിരക്ക്. മികച്ച രീതിയിൽ കോട്ടയത്ത് വോട്ടെടുപ്പ് വലിയ ആവേശത്തോടെ പുരോഗമിക്കുന്നു എന്നാണ് ആ ഒരു ശതമാന കണക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. 67.20% പേർ കോട്ടയത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടുക്കി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അതിലും ഉയർന്നിരിക്കുന്നു പോളിംഗ് ശതമാനം. അതായത് 70ലേക്ക് അടുക്കുകയാണ്. 69.90% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടുക്കി മണ്ഡലത്തിലെ മികച്ച പോളിംഗ് ശതമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 70ലേക്ക് അടുക്കുന്നു. 69.90% ഇടുക്കി മണ്ഡലത്തിൽ ഈ സമയത്തെ പോളിംഗ് നിരക്ക്. വളരെ മികച്ച പോളിംഗ് തന്നെ ഇടുക്കിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് ഇടുക്കി പോകുന്നു. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആലപ്പുഴയിലും മികച്ച രീതിയിൽ തന്നെയുള്ള വോട്ടെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 66.78% ആലപ്പുഴയിലെ ഈ സമയത്തെ പോളിംഗ് നിരക്ക്. 66.78% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ആലപ്പുഴ. ഈ സമയത്ത് 66.78%. മികച്ച രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു. മെട്രോ നഗരമായ കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ 64.34% പോളിംഗ്. വലിയ നഗരമേഖലയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മികച്ച പോളിംഗ് അവിടെ രേഖപ്പെടുത്തുന്നത് വലിയ മറ്റ് പ്രതീക്ഷകൾ കാണുന്നു. 64.34% എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മികച്ച പോളിംഗ് തന്നെയാണ് എറണാകുളത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് നമുക്ക് പോകേണ്ടുള്ളത്. ചാലക്കുടി 67.13%. ചാലക്കുടിയിൽ മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. 67.13%. ഇന്നസെന്റ് ബെന്നി ബെഹനാനും തമ്മിൽ മികച്ച മത്സരം കാഴ്ചവെക്കുന്ന ചാലക്കുടിയിൽ 67.13% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ നിമിഷത്തിലേക്ക് വരുമ്പോൾ. അടുത്ത മണ്ഡലമായ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂരിൽ 66.89%. തൃശ്ശൂരിൽ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശ്ശൂരിൽ 66.89% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മികച്ച പോളിംഗ് ശതമാനം നമുക്ക് തൃശ്ശൂരിലും കാണാൻ കഴിയുന്നു. സമയം 4:30 കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇനിയും മികച്ച രീതിയിലേക്ക് തന്നെ ഈ പോളിംഗ് ഉയർന്നുവെന്ന് വ്യക്തമാകുന്നു. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പാലക്കാട് മണ്ഡലത്തിലേക്ക് നോക്കാം. പാലക്കാട് മികച്ച പോളിംഗ് ശതമാനം തന്നെ കാണാം. 67.90% പാലക്കാട്ടെ ഈ നിമിഷത്തെ വോട്ടിംഗ് നിരക്ക്. വോട്ടിംഗ് ശതമാനം 67.90%. ജനങ്ങൾ വോട്ടർമാർ പാലക്കാട്ട് ഈ സമയത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അടുത്തത് ആലത്തൂർ മണ്ഡലമാണ്. ആലത്തൂർ മണ്ഡലത്തിലേക്ക് നോക്കാം. 65.73% ആലത്തൂർ മണ്ഡലത്തിന്റെ ഒരു വോട്ടിംഗ് ശതമാനം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മികച്ച വോട്ടിംഗ് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 65.73% ആലത്തൂരെ പോളിംഗ് നിരക്ക് ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി പൊന്നാനി മണ്ഡലത്തിലേക്ക് നോക്കാം. പൊന്നാനി മണ്ഡലം വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. പൊന്നാനിയിൽ പക്ഷേ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം കുറവുണ്ട്. എങ്കിൽ പോലും പൊന്നാനിയിലെ വോട്ടിംഗ് ശതമാനം കൂടി വരുന്നതായിട്ടാണ്. അതായത് പോളിംഗ് ശതമാനം അവിടെയും സംസ്ഥാന ശരാശരിയിലേക്ക് പോലെ തന്നെ ഉയർന്നെത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. പൊന്നാനിയിൽ 60.03% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊന്നാനി മികച്ച ശതമാനത്തിലേക്ക് എത്തുന്നു. മലപ്പുറത്തും വോട്ടിംഗ് ശതമാനം കൂടുന്നതായിട്ട് കാണാൻ കഴിയുന്നു. 62.37% മലപ്പുറത്ത് ഈ സമയത്തെ പോളിംഗ് നിരക്ക്. അതായത് മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിലും മികച്ച രീതിയിൽ തന്നെ പോളിംഗ് എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുക. 62.37% വോട്ട് മലപ്പുറത്ത് ഈ സമയത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മികച്ച ശതമാനം തന്നെയാണ് മലപ്പുറത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. വയനാട് മണ്ഡലത്തിലേക്ക് എത്താം. വയനാട് മണ്ഡലത്തിൽ വളരെ സജീവമായ പോളിംഗ് ആണ് നടക്കുന്നത്. 68.98%. രാഹുൽ ഗാന്ധിയും പി സുനീറും തമ്മിൽ പ്രധാനമായും ഏറ്റുമുട്ടുന്ന വയനാട്ടിൽ 68.98% വോട്ട് ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സജീവമായ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കനത്ത മഴയും അവഗണിച്ചാണ് വയനാട്ടിൽ ഇത്തരത്തിലൊരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ വോട്ടർമാരുടെ ഒരു ആവേശമാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുക. മികച്ച പോളിംഗ് നിരക്ക് വയനാട്ടിൽ. കോഴിക്കോട് മണ്ഡലത്തിലേക്ക് വരാം. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം കോഴിക്കോട്. 62.76%. എ പ്രദീപ് കുമാറും എം കെ രാഘവനും തമ്മിൽ മികച്ച പോരാട്ടം നടക്കുന്നു. അവിടെ 62.76% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കോഴിക്കോട് ഈ സമയത്ത് ശക്തമായ പോളിംഗ് ശതമാനം കോഴിക്കോടും രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വടക്കൻ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ട്രെൻഡ് കോഴിക്കോടും കാണാൻ കഴിയുന്നു. 62.76%. മറ്റു ശക്തമായ മത്സരം നടക്കുന്ന വടകരയിലേക്ക് എത്താം. ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വടകരയിൽ 63.54% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വടകരയിലും ശക്തമായ പോളിംഗ് ശതമാനമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ തോതിൽ ഇപ്പോഴും വടകരയിൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മികച്ച പോളിംഗ് ശതമാനത്തിലേക്ക് വടകരയും പോകുന്നുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 63.54%. പി ജയരാജനും കെ മുരളീധരനും തമ്മിൽ കനത്ത മത്സരം നടക്കുന്ന വടകരയിൽ. ഇനി കണ്ണൂർ മണ്ഡലത്തിലേക്ക് എത്താം. കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും മികച്ച പോളിംഗ് നടക്കുന്നത്. 70.20% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് മണ്ഡലം തിരിച്ചു നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ